അപ്പോൾ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു മോദയാണ്. പിന്നെ മുഴുത്ത മീൻ പിന്നെ കറി വെക്കുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ട ചേരുവകൾ: 1 കിലോ മോദ, വെളുത്തുള്ളി 2-3 കുട, 10 ഉള്ളി, ഇഞ്ചി ആവശ്യത്തിന്, കടുക് ആവശ്യത്തിന്, ഉലുവ ആവശ്യത്തിന്, കറിവേപ്പില, പച്ചമുളക്, കുടംപുളി വെള്ളത്തിലിട്ട് ഉപ്പും കുടംപുളിയും കൂടെ. പിന്നെ ഇത് മുളക് പൊടി 5 സ്പൂണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെക്കാം. ചട്ടി അടുപ്പിലോട്ട് വെക്കാം. പൊട്ടാൻ തുടങ്ങി. നമുക്ക് ഉലുവ അതിനകത്തോട്ടില്ല. എണ്ണ ചൂടായി. നമുക്ക് അതിനകത്തോട്ട് കടുകിടാം. ഉള്ളി നമുക്കൊട്ടില്ല. ഉള്ളി ഇട്ട് നന്നായിട്ട് ഇച്ചിരി ഒരു മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം. ഉള്ളി മൂത്ത് വരുന്ന ഇത് ഉടൻ പകുതി ആകുമ്പോഴത്തേന് ഇഞ്ചി നമുക്കിടാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പച്ചമുളക് എല്ലാം ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പില ഇടാം. ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം. എല്ലാം മൂത്ത് വരുവാണ്. നമുക്ക് തീ ഒന്ന് ചിലപ്പോൾ കുറച്ച് വെക്കാം. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർക്കണം. അങ്ങനെ വലിയ മീൻ കറി വെക്കാൻ രുചിയുള്ളൂ. ഇത് 5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, വെളിച്ചെണ്ണ, പച്ചവെള്ളം എല്ലാം കൂടെ ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കും. ഇങ്ങനെ കുഴച്ച് വെക്കണം. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ചേർക്കണം. വലിയമീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിനകത്തോട്ടിടാം. ഇത് നമുക്കൊന്ന് മൂപ്പിക്കാം. നന്നായിട്ട് വഴറ്റി എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. പൊടി നന്നായിട്ട് മൂത്ത് വരണം. എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും എല്ലാം കൂടെ നല്ല ഇതായിട്ട് കറി വെക്കണം. വലിയമീനൊക്കെ കറി വെക്കുമ്പോൾ ഇങ്ങനെയാണ് കറി വെക്കേണ്ടത്. ഞാനിങ്ങനെയാണ് കറി വെക്കുന്നത്.
പൊടിയെല്ലാം നന്നായിട്ട് മൂത്ത് ഇനി നമുക്ക് ഉപ്പും പുളിയും വെള്ളത്തിൽ ഇട്ടിരുന്ന് നമുക്കത് അങ്ങോട്ട് ഒഴിക്കാം. കുറേശ്ശെ ഒഴിച്ചെടുക്കാം. ലേശം വെള്ളം കൂടെ ചേർക്കാം. ചാറ് വേണമല്ലോ ചേർക്കാം. കഷ്ണം വെന്ത് വറ്റി വരാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് വെക്കാം. കഷ്ണമൊക്കെ അതിനകത്ത് നന്നായിട്ട് മുങ്ങിക്കിടക്കട്ടെ, മുങ്ങിക്കിടന്ന് വേകട്ടെ. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് അത് വേവും. അടച്ച് വെക്കാം. മീൻകറി ഇവിടെ റെഡിയായി. പറ്റി മോതയാണ്, അതുകൊണ്ട് ഇങ്ങനെ കഷ്ണമൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. ഇങ്ങനെ നല്ല രുചിയുള്ള മീനാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാ അരപ്പ് നന്നായിട്ട് തിളച്ച് നമുക്ക് കഷ്ണം അതിനകത്തോട്ടിടാം. കഷ്ണം